നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷനുകൾ നിങ്ങൾ കറണ്ട് അക്കൗണ്ടിലൂടെയാണ് നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റുകൾ എന്ന് നമുക്ക് പരിശോധിച്ച് വെക്കാം. ഒന്ന്, നിങ്ങൾക്ക് പരിധിയില്ലാത്ത ട്രാൻസാക്ഷനുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നടത്താൻ കഴിയും. അതായത് ഡെയിലി ലിമിറ്റുകളോ ഇതൊന്നും ഇതിനെ ബാധിക്കില്ല. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പറ്റും. രണ്ടാമത്, നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ക്രെഡിബിലിറ്റിയാണ്. കാരണം നിങ്ങളുടെ വ്യക്തിപരമായ ബാങ്ക് അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വ്യക്തിപരമായ നെയിമിലായിരിക്കും അറിയപ്പെടും. പക്ഷേ കറണ്ട് അക്കൗണ്ട് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ പേരിലാണ്. അത് നിങ്ങളിൽ നിന്ന് സാധനം വാങ്ങുന്ന ആളുകൾക്കും സാധനം വിൽക്കപ്പെടുന്ന ആളുകൾക്കും ഒരു ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഈ ബിസിനസ്സുകാരന് ഓൾറെഡി ഒരു ഐഡന്റിറ്റി ഓഫ് ബിസിനസ് പേഴ്സൺ ആണ് എന്നുള്ളൊരു ക്രെഡിബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യും. മൂന്നാമത്, നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനാണ് എങ്കിൽ ചില ബാങ്കുകൾ കറണ്ട് അക്കൗണ്ടിന് കൂടെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യും. ബാങ്ക് നിശ്ചയിക്കുന്ന ഒരു പരിധി വരെയുള്ള എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ പോലും നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. നാലാമത്, ഇൻകം ടാക്സോ GST ഡിപ്പാർട്ട്മെന്റോ കണക്ക് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ CAക്ക് ഓഡിറ്റിന് കണക്ക് കൊടുക്കപ്പെടുമ്പോഴോ നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷനുകളും ബിസിനസ് ട്രാൻസാക്ഷനുകളും കറണ്ട് അക്കൗണ്ടിലൂടെയാണ് നടത്തപ്പെട്ടതെങ്കിൽ വളരെ സുഗമമായി ഇതിനെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയും.